എല്ലാവർക്കും നമസ്കാരം. മകരക്കുറുകാരുടെ ഫെബ്രുവരി മാസ രാശിഫലങ്ങളെ നോക്കാം. ഈ മാസം ധനസ്ഥാനത്ത് 5 ഗ്രഹങ്ങൾ ഒന്നിച്ചു കൂടുന്നത് മൂലം കയ്യിൽ പണം കുമിഞ്ഞു കൂടുമോ, അല്ലെങ്കിൽ രണ്ടാം ഭാവം വാക്കിൻ്റെ സ്ഥാനം കൂടിയായതിനാൽ അവിടെ ചൊവ്വയും രാഹുവും നിൽക്കുമ്പോൾ ദേഷ്യം കൊണ്ട് പറയുന്ന വാക്കുകൾ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്നതിനെക്കുറിച്ചെല്ലാം നമുക്ക് വിശദമായി പരിശോധിക്കാം. 3-ൽ ശനി സഞ്ചരിക്കുന്നതിനാൽ ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് അസാമാന്യമായി ധൈര്യവും ആത്മവിശ്വാസവും ഉണ്ടാകും. മാത്രമല്ല, ഈ മാസം ശമ്പള വർധനവ് ലഭിക്കാനും സാധ്യതയുണ്ട്. എന്നാൽ സഹപ്രവർത്തകരോട് അനാവശ്യ തർക്കങ്ങൾക്ക് പോകരുത്. രണ്ടാം ഭാവത്തിൽ ഇത്രയും ഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ കയ്യിൽ ധാരാളം പണം വന്നു ചേരും. ഫെബ്രുവരി 6-ന് ശുക്രൻ 2-ലേക്ക് വരുന്നതിനാൽ സ്വർണ്ണാഭരണങ്ങളും വിലപിടിപ്പുള്ള രത്നങ്ങളും വാങ്ങാൻ സാധിക്കും. എന്നാൽ 2-ൽ രാഹു നിൽക്കുന്നത് കൊണ്ട് പണം വരുന്ന വേഗത്തിൽ തന്നെ ചിലവാകാനും സാധ്യതയുണ്ട്. രണ്ടാം ഭാവം വാക്കിനെയും സൂചിപ്പിക്കുന്നതിനാൽ അവിടെ ചൊവ്വയും രാഹുവും സൂര്യനും ചേരുന്നത് വാഗ്ദോഷമുണ്ടാകും. അതായത് ദേഷ്യം വരുമ്പോൾ നിങ്ങൾ പറയുന്ന വാക്കുകൾ മറ്റുള്ളവരെ വലിയ രീതിയിൽ വേദനിപ്പിക്കും. ഇതുമൂലം കുടുംബാംഗങ്ങൾക്കിടയിൽ തർക്കങ്ങളുണ്ടാകും. രണ്ടാം ഭാവം മുഖം, പല്ല്, കണ്ണ് എന്നിവയെ സൂചിപ്പിക്കുന്നതിനാൽ പല്ലുവേദന, മോണരോഗം, കണ്ണിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്നിവ വരാനും സാധ്യതയുള്ള മാസമാണിത്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നതും ഈ മാസം കുറയ്ക്കുന്നത് നല്ലതാണ്. ഇനി നക്ഷത്രഫലങ്ങളെ നോക്കാം. ഉത്രാടം ആൾക്കാർക്ക് ഫെബ്രുവരി 13 മുതൽ സാമ്പത്തികപരമായി വലിയ നേട്ടങ്ങളും സർക്കാർ ആനുകൂല്യങ്ങളും ലഭിക്കും. 3-ലെ ശനി ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് തിരുവോണം നാളുകാർക്കാണ്. എല്ലാ കാര്യങ്ങളിലും വിജയം നേടാൻ ഇവർക്ക് സാധിക്കും. അവിട്ടം നാളുകാർ ഈ മാസം ദേഷ്യം നിയന്ത്രിക്കണം. അതേസമയം പണമിടപാടുകളിൽ ഇവർക്ക് ലാഭമുണ്ടാകും. കേതുദോഷം മാറാൻ ഗണപതിയെ ഭജിക്കുന്നതും 2-ലെ പാപഗ്രഹങ്ങളുടെ ദോഷം മാറാൻ മൗനം പാലിക്കുന്നതും ഉത്തമമാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ 2026 ഫെബ്രുവരി മാസം മകരക്കുറുകാർക്ക് സാമ്പത്തികപരമായി അനുകൂലമാണെങ്കിലും നാവ് നിയന്ത്രിച്ചില്ലെങ്കിൽ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.